ട്രാവൽ ബൈ ക്ലിക്സിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. നമ്മളുടെ സെയിം ടീം തന്നെയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ സ്ഥലം. കുറച്ച് ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഏകദേശം. അടിപൊളിയൊരു ദ്വീപാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എന്തായാലും നമുക്ക് മൺട്രോത്തുരുത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. വൈകിട്ട് ഏകദേശം ഒരു 5 മണി 5:30 ആയി സമയം. ഇപ്പം ഇരുട്ടുമെന്ന് അറിയില്ല. നമ്മൾ ചെല്ലുമ്പോൾ വന്ന വഴിയൊക്കെ കുറേ ബ്ലോക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ റോഡെല്ലാം മാറ്റിയിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചുറ്റിയാണ് നമ്മൾ വന്നത്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ചും കൂടെ അതിപ്പോൾ ഒരു ചെറിയൊരു പയ്യൻ വന്ന് നമ്മളോട് ചോദിച്ചു ബോട്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചേ. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ബോട്ടിങ്ങിന് പോകാം. അപ്പോൾ ആ കുട്ടിയുടെ പോകുമെന്ന് വിചാരിച്ചു. കുട്ടിയല്ല, അവരുടെ കൂടെ ആളുണ്ട് വേറെ. അപ്പോൾ ഒരു ബോട്ടിങ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇതാ ബോട്ടിങ്ങിന് നമ്മളെ കൊണ്ടുപോകാനുള്ള ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ കഴിക്കാം. ഇരിക്കുക. ഫോട്ടോ എടുത്ത് മരിക്കുക. ഞാനെങ്കിപ്പോ ബോട്ട് അനങ്ങുന്നുണ്ട് നന്നായിട്ട്. ചേട്ടന്റെ പേരെന്തോ? എടുക്കുന്നുണ്ട്. ഇതങ്ങ് നിന്റെ പോക്കറ്റ് വെക്ക്. വേണ്ട, ഇനി ഇവിടെ എങ്ങാനും പോയാലോ. ആണോ? ഇവിടെയാണോ? ആ, ഇതാണ്ടെ മൺട്രോത്തുരുത്തിന്റെ ഹൃദയഭാഗം എന്നാണ് അവര് പറയുന്നത്. ഈ സ്ഥലം ഫുൾ ആൾക്കാരൊക്കെ കാണാൻ വരുന്ന ആർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ. എന്നിട്ട് അവിടെ ഇരിക്കുമല്ലേ. നല്ല ഹരിതാഭ്യം പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ നല്ല എന്താ പറയുക, കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നല്ല രസമുണ്ട് കേട്ടോ. തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ബോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ചിങ്ങനെ നന്നായിട്ട് ആടുന്നുണ്ടായിട്ട് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എഴുന്നേറ്റിരിക്കാനൊരു പേടി. ഒരു പേടിയല്ല, നല്ല പേടിയുണ്ട്. ഞാനൊന്ന് എഴുന്നേറ്റുന്ന ശരിക്കും വെള്ളം നന്നായിട്ട് ആടും. ചിലപ്പോൾ അങ്ങ് വെള്ളത്തിൽ പോയി അറിയത്തില്ല. ആ, സെൽഫി. ആ, സൺസെറ്റ് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മളിനി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സൺസെറ്റ്. ഇതാ സൂപ്പർ കേട്ടാ. ഇതിനു വേണ്ടിട്ട് ഞങ്ങള്, അതെ ഞങ്ങളുടെ സമയം നല്ലതാ ചേട്ടാ. അടിപൊളി ഇതാണ്ട് കേട്ടോ സൺസെറ്റ് കാണുന്നുണ്ടോ. എന്ത് രസമാണെന്ന് അറിയോ, ശരിക്കും നല്ല രസമുണ്ട്. മാറിക്കടേ ഫ്രെയിമിൽ നിന്ന്. ശരിക്കും ഇനി മൺട്രോയിൽ വീഡിയോ കണ്ടിട്ട് വരുന്നവരൊക്കെ ഈ സമയത്ത് വരണം കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളി സമയം. ഈ സ്ഥലവും കൊള്ളാം, നല്ല സൂപ്പർ വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. തിരക്കുമില്ല വലുതായിട്ട്. നമുക്ക് ഒരു കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിലൊക്കെ വരാൻ പറ്റിയൊരു സാഹചര്യം, അതായത് ഒരു തിരക്ക് കുറവും ഒക്കെ ഉണ്ട്.
നമ്മളും കണ്ടേ ആർച്ചിലേക്ക് കയറാൻ പോകണണ്ട. കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് മൺട്രോ തുരുത്ത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള തോണിയാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നമുക്കിവിടെ വന്നിട്ട് വേണമെങ്കിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ 2 പേർക്ക് പോകുന്ന പെഡസ്ട്രൽ സൈസ് ബോട്ടുകളുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ അപ്പോൾ എന്താ പറയുക, കായലിലൂടെ നമ്മളിങ്ങനെ എന്താ പറയുക, ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു യാത്രയാണ് മൺട്രോ കേട്ടോ. ഇത്ര അടുത്തുള്ള ഈ സ്ഥലം ഇത്ര താമസത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അറിയാൻ പറ്റിയെന്നുള്ളതിൽ ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും സൂപ്പർ. കയാക്കിങ്ങനെ അതാ കെട്ടി വലിച്ചോണ്ട് പോകുന്ന നോക്കിയേ. ചെറിയൊരാളുണ്ടോ കയാക്കിങ് ചെയ്തു പോകുന്നുണ്ട്. വേലിയേറ്റം കാരണമാണോ? കടലിലെ വെള്ളത്തിന്റെ ഒരു വേലിയേറ്റത്തിന്റെ പ്രശ്നം കൊണ്ട് ഈ സ്ഥലം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത്. അപ്പൊ എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കുറച്ചു പേര് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണോ, വെള്ളം കയറുന്നുണ്ടാണോ? നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നതും ട്രെയിനിൽ കാണലുണ്ട്. ആ സ്ഥലം അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സ്ഥലമെല്ലാം ആൾക്കാർ വിറ്റിട്ട് വീടെല്ലാം ഉപേക്ഷിച്ച് പോവാണെന്നാണ് പറയുന്നത്. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ താമസിക്കാൻ, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ചേട്ടനാ പറഞ്ഞത്, നമ്മുടെ അടുത്ത് ബാബു ചേട്ടനാ പറഞ്ഞത്. ഈ ചെയർ എങ്ങനെയാ പൈസ കൊടുത്ത് വാങ്ങിക്കോ? ഓക്കെ.
ആൾക്കാർ ഇറങ്ങി കുത്തി വള്ളത്തിട്ട് അരയ്ക്കുന്നുണ്ടാകും. ആ ഹാ ഹാ. ആ ആ ഹാ ഹാ. അപ്പൊ അതിട്ട് കൊടുത്താൽ വെള്ളം കയറത്തില്ല. ഓ ഓ ഓ. അപ്പോൾ നമ്മൾ കുറേ സ്റ്റഡീസൊക്കെ ഉണ്ടായിരുന്നു. മൺട്രോ തുരുത്തിൽ വെള്ളം കയറിയിട്ട് ഒരു സ്ഥലം മൊത്തത്തിൽ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വീടൊക്കെ ഉപേക്ഷിച്ച് പോകുന്നു പറഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കര ന്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റഡീസ് റിസർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നിലുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം ചെളിയും കല്ലും ഒക്കെ ഇറക്കി പുരയിടം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീടാണ് അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. കാര്യം വർഷം ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓരോ വർഷവും ചെളി ഇറക്കി കല്ലിറക്കി ഇങ്ങനെ വീട് പൊക്കി വെക്കാനെന്നുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരുവിധം എല്ലാം വീടെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മൺട്രോ തുരുത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ടാറ്റ. ആ ഹാ. അപ്പോൾ 7 മണി വരെ ടൂറിസ്റ്റുകളൊക്കെ വരത്തോളോ? അത് നല്ല ആഴമുണ്ടോ ഈ ഭാഗത്തൊക്കെ? ആ ഹാ ഹാ. ഓ, അതുകൊണ്ടായിരിക്കും ഈ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടാതെ ബോട്ടിങ് സമ്മതിക്കുന്നത്. ആ. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ രാത്രിയിലൊക്കെ വെള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കും അല്ലേ? ആ ആ. ഓ ഹാ. മീൻ പിടിക്കാൻ വേണ്ടിട്ടാ? ആ ആ ഹാ. ഇവിടുന്ന് എങ്ങോട്ടേട്ടാ? പടപ്പക്കര? ആ, അതാണോ? ഓ ആ. ശരിക്കും ഇവർ കായലിൽ ശരിക്കും നല്ല ടൂറിസം പ്രൊമോഷൻ ഉണ്ടല്ലേ? ശരിക്കും ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി. കാര്യം ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയാണ്? കുണ്ടറയിൽ നിന്ന് തിരിഞ്ഞ് ഫസ്റ്റ് കയറേണ്ട ആ റോഡ് അവിടെ ആകെ വണ്ടിയൊക്കെ ബ്ലോക്കായിട്ട് വേറെ റൂട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഇറങ്ങി. നമ്മൾ ഉദ്ദേശിച്ചൊരു സമയത്ത് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പം മാക്സിമം കുറച്ചും കൂടെ ഒരു എന്ന് വെച്ചാൽ ഉച്ച സമയമല്ല, അത് കഴിഞ്ഞൊരു 3-3:30 4 മണി സമയത്ത് വരിക. അപ്പോൾ അടിപൊളിയായിട്ടൊക്കെ കാണാൻ പറ്റും, ബോട്ടിങ് ചെയ്യാൻ പറ്റും, എല്ലാം കൊണ്ട് സൂപ്പറാണ്. ഇതാണ്ടോ ഒരു അനാഥ ബോട്ട് കിടക്കുന്നുണ്ടോ? അനാഥ ബോട്ടൊന്നും അല്ല, ഇരിക്കുന്ന റിസോർട്ടിൽ തന്നെ. അതോ ഈ വീട്ടുകാരുടെ ആണോ അറിയത്തില്ല, ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഇത് തുരുത്താണോ ചേട്ടാ? ഇത് തുരുത്താണോ? തുരുത്തല്ലേ? ആ ഓക്കെ. കണ്ടോ, ഈ കാണുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് 4 ചുറ്റും വെള്ളവും ഇത് റിസോർട്ടായിട്ടാണ്. നല്ല അടിപൊളി സ്ഥലമെന്ന് ചേട്ടൻ പറഞ്ഞത്. അപ്പം നമുക്ക് പോകാനൊന്നും സമയമില്ല. ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് നോക്കാം. കുറച്ചുകൂടെ നേരത്തെ വരണ്ടായിരുന്നു ഇല്ലേ ഡാപ്പൂസേ? നീ പോയിട്ടുണ്ടോ നേരത്തെ ഇവിടെ ബോട്ടിങ്? നേരത്തെ വന്നപ്പം
അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു നേരെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരമായിട്ട് ഇത് ആ ഭാഗത്തായിട്ട് പെരുമൺ പാലം കാണാൻ പറ്റും. അപ്പോൾ പെരുമൺ ദുരന്തം നടന്ന ആ ഒരു ലേക്കാണിത്, ആ കായലാണിത്, അതിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തായിട്ട് അവിടെ പെരുമൺ പാലമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ ഇപ്പോൾ പെരുമൺ ദുരന്തം? കൊല്ലം ജില്ലക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം, കേരളത്തിലുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. ട്രെയിന് ചുഴലിക്കാറ്റ് കാരണം ട്രെയിന് കായലിലേക്ക് വീണ് 105 പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ദുരന്തം നടന്ന സ്ഥലമാണ്, ആ കായലാണിത്.